പണി പാളി. അപ്പാ അപ്പനോടാരാ എന്റെ യൂണിഫോം എടുത്തിടാൻ പറഞ്ഞേ? കർത്താവരുടെ കൂടെ ഉണ്ടാവുന്നു. ഭീരുത്വം കൊണ്ടവർ ഓടി ഒളിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു. യാക്കോബിന്റെ ഭവനമേ, അവിടുന്ന് മുഴുവൻ അടിച്ചു. അങ്ങയുടെ ജനത്തിന്റെ അകൃത്യം അങ്ങ് മറന്നു. അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു. പിന്മാറി. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ രോക്ഷം പരിത്യജിക്കണമേ. നമ്മുടെ കർത്താവേ മിശിഹായ്ക്ക് സ്തുതി. അപ്പാ, ഈശോ മിശിഹായിരിക്കട്ടെ. ഓക്കെ ബഡി. ചേച്ചി മുണ്ട് കുറച്ചും കൂടി പൊക്ക്. കുറച്ചുകൂടി ഒന്ന് പൊക്ക്. എടാ ചക്ക, ഇത്രയും പൊക്കിയാ മതി. നീ പാട്ട് വെക്കടാ. ചേട്ടായി, ചോറെടുക്കട്ടെ? എനിക്കിപ്പോ വേണ്ട, നീ വേണമെങ്കിൽ കഴിച്ചോ. കളി തോറ്റല്ലേ? ഭയങ്കര പാട്ടാണല്ലോ. ഇതൊക്കൊന്നും ഉറക്കല്ലേ? കുടുംബശ്രീ വാർഷികാഘോഷത്തിന്റെ ഡാൻസ് പ്രാക്ടീസാ. ആണോ? ചേട്ടാ ഇന്നും തോറ്റോ? നിനക്കൊന്നും ഉറക്കല്ലേ? ഓ, ഇവിടെ ഒരാള് ഫുൾ ടൈം ഉറക്കം. ഡിസ്ക് മാറ്റിയതാണല്ലേ? ആ ചെറുക്കന്റെ സ്വഭാവം അല്പം പെശകാന്നറിഞ്ഞേ. പിന്നെ ഇനി നാളെ മതി. ഓ, ഗുഡ് നൈറ്റ് ചേച്ചി. ചേച്ചി, ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചെന്നേ. വെറുതെ വേഷം കണ്ടേ. അനിലേട്ടാ, മരിയ ചേച്ചി ഐസ്ക്രീം വേണമെന്ന്. എനിക്കൊന്നും വേണ്ട. അവിടെ ചക്കരക്ക് എന്താ വേണ്ടേ? ഐസ്ക്രീം. ഞാൻ കെട്ടാൻ പോണ പെണ്ണ. എന്തേടി? അനിലേട്ടനൊന്ന് മരിയ ചേച്ചി കണ്ണിറക്കി കാണിച്ചില്ലേ? അപ്പളെ എനിക്ക് മനസ്സിലായ ഒരു സംശയമുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലേ? ഐസ്ക്രീം വേണം വാങ്ങിക്കും. മരിയേ, എന്താ? നടക്കട്ടെ നടക്കട്ടെ. മരിയ ചേച്ചി അനിലേട്ടനെ കല്യാണം കഴിക്കാൻ പോവാ. മരിയേച്ചി, നിങ്ങള് ഭയങ്കര ലവ് അല്ലേ? മനസ്സിലായി. അനിലേട്ടാ, ഐസ്ക്രീം വാങ്ങ്. പിള്ളേർക്ക് ആവശ്യം പോലെ കൊടുക്കും. ശരി ചേട്ടാ. ചക്കര, ചേട്ടൻ പോകട്ടെ. ബോസ് ഇതാരപ്പോ പുറത്തേക്ക് പോയത്? നമ്മുടെ ഏജന്റ് 010 00 മിഡിൽ 1. അയ്യേ, അയാളാ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനം നടത്തുന്ന ആളല്ലേ? അതെ, പക്ഷെ നമ്മുടെ ഏജന്റ് കൂടിയാണ്. അയ്യേ ബോസെ, കഷ്ടം. നമ്മുടെ CD ഏജന്റ് നെറ്റ്വർക്ക് കണ്ടില്ലേ? സുഖകരമായ കേസ് അന്വേഷണത്തിന് ചില ഊള വഴികൾ ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ബോസ് പറ. ഇന്നു മുതൽ നീ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ കുറിച്ചായിരിക്കും. ഏത് ഈ കുട്ടിയോ? നല്ല കുട്ടിയാണല്ലോ. ഈ കുട്ടി ആ കുട്ടിയല്ല. ഈ കുട്ടി എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ചറിയിക്കണം. ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഓക്കെ മൈ ബോയ്? ഓക്കെ കൊള്ളാം. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. എന്തുട്ടി കാണിക്കണ? നല്ല സൂപ്പർ കൈയായിരുന്നു.
മെസ്സി ജോക്കറാണോ? വീട്ടിട്ടുറക്ക എടാ നീ ചീട്ടിട്ട് കൊടുത്തേ. കിരീടം എന്തുട്ടത് പറഞ്ഞുണ്ട് ഈ മാസം സാധനം കോളനി വരല്ലെന്ന്. ഒന്ന് പോടാ അവിടുന്ന്. നീ ആരാ? രാജാവോ? അല്ലേ നീ പോയിക്കടാ, ഈ ചെക്കനെ കളി തോറ്റ സൂക്കടാ. അത് ശരി. നീ ഏതടാ? നിന്നിവിടെ കണ്ടല്ല. അളിയാ, നമ്മളിവിടെ തന്നെ ഉള്ളവരാ. അതിന് ഞാൻ നിന്നെ പേടിക്കണോ? ഒന്ന് പോട്ടേടാ മെസ്സി. നീ ജയിലിൽ കിടന്നുണ്ടോടാ? ജാങ്കോ വിട്ടേക്ക്. നീ എന്തിനാ ഈ പിള്ളേരായിട്ട് തൂട്ടിയിരുന്നേ? പോണർക്കാ ജാങ്കോ വിട്, സീനാവും. എന്താടാ ഷോ പിന്നെയും തുടങ്ങിയ? ആരുടേത്? അവനോടെ കണ്ടിട്ടില്ലല്ലോ. അനിലിന്റെ പുതിയ കമ്പനിക്കാരനാ ജാങ്കോ. ഒടുക്കത്തെ കൊട്ടേഷൻ ടീമാ. ജയിലിൽ നിന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്താടത് ഇന്ന് നീ തോറ്റ? എന്താടത്? അയ്യേ ഏ രാജാ, രാജാതി രാജനക്ക് രാജാ, രാജാതി രാജനക്ക് രാജാ, ഏ രാജാ, രാജാതി കിരീടമില്ലാത്ത രാജകുമാരൻ. നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്. എന്താ വണ്ടി നിർത്താൻ? ആരത്? എന്റെ അമ്മയുടെ മോളാ, ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, ഗാന്ധി റോഡ്. നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സ്ട്രേറ്റ് പോയാൽ മതി. എനിക്കറിയാട്ടാ. നിനക്കറിയില്ല സ്ഥലം? എനിക്കിഷ്ടായി. നിനക്ക് നാണാവില്ലേ ഇപ്പം പിള്ളേരെ പിന്നാലെ? മാർട്ടി, നിനക്ക് എന്നെ ഇഷ്ടാണോടാ? പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. പാവം കൊച്ചാടാ. ആ നല്ല ഇട്ടിട്ടുമ്പോ പഠിക്കും. ഒരു ജാതിയും മതവും ദൈവം മനുഷ്യരെന്ന് നമ്മെ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ. എന്താ ഇങ്ങനെ? കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. 3, 4, 2, 1. ഹായ് ഡ്യൂഡ്. എന്തോ താനെന്താ ഇവിടെ? എനിക്കിന്ന് ഇവിടെ അല്ലേ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടി? മറ്റേ അന്വേഷണം ചെയ്യാൻ വന്നാണ്. ഏതാ? ഡ്യൂട്ടിന്റെ ഫ്രണ്ടാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. ഹലോ, താൻ ഇങ്ങോട്ട് വന്നേ, താൻ ഇങ്ങോട്ട് വന്നേ. ഈ കേസിന്റെ അന്വേഷണം. എക്സ്ക്യൂസ് മീ, ആ ഫോൺ ഒന്ന് തരുമോ? ഒരു കോൾ ചെയ്യാനാ. താങ്ക് യു. കേക്ക് ഡ്യൂടെ. ഞാൻ പറഞ്ഞ ആ കേസിലെ പെണ്ണാണ് ഈ പെണ്ണ്. യോ, കോള് കിട്ടുന്നില്ല. ആദ്യം ഒന്ന് പോയി കുളിക്ക്. 3 മാസം മുമ്പ് ഞാൻ കുളിച്ചതാണ് ഡ്യൂടെ. ഇനി കുളിച്ച് എനിക്ക് പനി വരും, അതുകൊണ്ടല്ലേ. ഇതെന്ത് സംഭവം? ഇവരൊക്കെ ഏതാ? ഓട്ടോ പോട്ടെ. പോവാണോ? എടാ പോട്ടേന്ന്. നിനക്ക് നാണാവില്ല ഈ അമ്മായിമാരെ പിന്നാലെ നടക്കാൻ? ആ ഒരു CID അവരുടെ ജോലിയിൽ ആ ചില മോശം വഴിയോടെ ആ സഞ്ചരിക്കേണ്ടി വരും. മനസ്സിലായോ? നീ വണ്ടി എടുക്ക്, നീ പിന്നാലോട്. വേഗം പോട്ടെ പോട്ടെ.